സർക്കാരുമായുള്ള പോരിൽ ഒട്ടും ഭയപ്പെടാതെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തന്നെ ക്രിസ്മസ് പുതുവത്സര വിരുന്നിന് ക്ഷണിച്ചിരുന്നു. എന്തുകൊണ്ട് പോയില്ല എന്ന് നിങ്ങൾ അന്വേഷിക്കണം. വിരുന്നിനുള്ള ക്ഷണക്കത്ത് രാജ്ഭവനിൽ കിടപ്പുണ്ട്. തന്നോട് ചോദിക്കുന്നത് പോലെ മുഖ്യമന്ത്രിയോടും ചോദ്യങ്ങൾ ഉന്നയിക്കണമെന്നും ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞു. I don't want to comment on all these things. The invitation is there in Raj Bhavan. Go and see it. But why? Why I should explain it? It is for you to find out. You ask me questions. You don't ask questions there. That is your problem. പ്രശാന്ത് കൃഷ്ണ ചേരുന്നുണ്ട്. പ്രശാന്ത്, ഈ ചടങ്ങിന് പങ്കെടുക്കാത്തത്, വിരുന്നിന് പങ്കെടുക്കാത്തത് എന്ത് എന്ന് ചോദിച്ചതിൽ അല്പം ദേഷ്യത്തിൽ തന്നെയാണല്ലോ ഗവർണർ. തുടർന്ന് ഇനിയും ഈ പോര് തുടരാനുള്ളൊരു ഭാവം തന്നെയാണ് എന്നാണ് ആ മറുപടിയിൽ നിന്നും നമുക്ക് മനസ്സിലാവുന്നത്, അല്ലേ? മോദി, ഗവർണർ ഒരുക്കിയ ക്രിസ്മസ് വിരുന്നിന്റെ സമയം എന്ന് പറയുന്നത് ഈ നവകേരള സദസ്സിന്റെ സമയമായിരുന്നു. അപ്പോൾ മന്ത്രിമാരും മുഖ്യമന്ത്രി അടക്കം പങ്കെടുത്തിരുന്നില്ല. മുഖ്യമന്ത്രി വിളിച്ച ക്രിസ്മസ് പുതുവത്സര വിരുന്നിൽ ഗവർണർക്ക് ക്ഷണമുണ്ടായിരുന്നു. പക്ഷേ ആ വിരുന്നിൽ ഗവർണർ പങ്കെടുക്കാൻ കഴിയുന്നൊരു സാഹചര്യം അല്ല നിലവിൽ എന്നത് തന്നെയാണ്. കാരണം അതിന് തൊട്ട് മുൻപ് നടന്ന ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ, ഈ രണ്ട് മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ഒരു വേദിയിൽ ഒരുമിച്ച് എത്തിയപ്പോൾ മുഖ്യമന്ത്രിയും ഗവർണറും പരസ്പരം മുഖത്തോട് മുഖം നോക്കുകയോ മിണ്ടുകയോ ഒന്നും ചെയ്തിരുന്നില്ല. അപ്പോൾ സർക്കാർ ഗവർണർ പോരിൻ്റെ ഭാഗമായുള്ള പരിഭവങ്ങളെല്ലാം തന്നെ അല്ലെങ്കിൽ അഭിപ്രായ ഭിന്നതകളും എല്ലാം തന്നെ നിലനിൽക്കുന്നു. അപ്പോൾ ഈ സാഹചര്യത്തിലാണ് ഗവർണർ ഈ പുതുവത്സര ചടങ്ങിൽ പങ്കെടുക്കാത്തത്. അത് ക്ഷണക്കത്ത് രാജ്ഭവനിൽ തന്നെ കിടപ്പുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞത്. അതിൻ്റെ സാഹചര്യം നിങ്ങൾക്ക് അറിയാമല്ലോ, അല്ലെങ്കിൽ നിങ്ങൾ അന്വേഷിക്കൂ എന്നതാണ് ഗവർണർ ഈ പുതുവത്സര മുഖ്യമന്ത്രി വിളിച്ച ചടങ്ങിൽ പങ്കെടുക്കാത്തത് എന്തുകൊണ്ടെന്ന ചോദ്യത്തിന് നൽകിയ മറുപടി. എന്തായാലും ഈ പോര് അങ്ങനെ തന്നെ തുടരുകയാണ്. അപ്പോൾ നാം മനസ്സിലാക്കുന്നത്, ഇന്ന് രാവിലെ ഗവർണർ ഡൽഹിക്ക് പോകാനായി എയർപോർട്ടിലേക്ക് പോയപ്പോൾ SFIയുടെ കരിങ്കൊടി പ്രതിഷേധങ്ങൾ ഏതാനും ദിവസങ്ങളായി തുടർന്നു വരികയാണ്. ഇന്നത് ഉണ്ടാകുമെന്ന് പ്രതീക്ഷകൾ ഇന്ന് ഉണ്ടായിട്ടില്ല. SFI ആ ഒരു പ്രതിഷേധ മാർഗങ്ങളിൽ നിന്ന് പിന്മാറി. അല്ലെങ്കിൽ മേൽത്തലത്തിൽ നിന്ന് അത്തരം നിർദ്ദേശം SFIക്ക് ലഭിച്ചിട്ടുണ്ട്. ഇനി രാജ്ഭവൻ മാർച്ച് അല്ലെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അതുമായുള്ള ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ, ഗവർണർക്കെതിരായ ബാനർ പ്രതിഷേധം, ഇതെല്ലാം മതി എന്ന നിലപാടിലേക്ക് നിർദ്ദേശങ്ങളിലേക്ക് ലഭിച്ചിട്ടുണ്ട് SFIക്ക് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഒരു വലിയ പ്രതിസന്ധി നിൽക്കുന്നുണ്ട്. ബജറ്റ് സമ്മേളനം, അതായത് പുതുവത്സര സമ്മേളനം, നിയമസഭാ സമ്മേളനം തുടങ്ങാൻ പോവുകയാണ്. ഗവർണറാണ് നയപ്രഖ്യാപന പ്രസംഗം അവതരിപ്പിക്കേണ്ടത്. അപ്പോൾ സർക്കാർ നൽകുന്ന നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഗവർണർ ഉടക്കു വയ്ക്കുമോ? കഴിഞ്ഞ തവണയൊക്കെ ഉണ്ടായത് നമ്മൾ കണ്ടതാണ്. അതുപോലൊരു പ്രതിസന്ധി സൃഷ്ടിക്കുമോ? എന്തായാലും അത്രയും പ്രതിസന്ധിക്ക് വഴങ്ങേണ്ട എന്ന നിലപാടാണ് സർക്കാരിന് പൊതുവേ ഉള്ളത്. അത് തന്നെയായിരിക്കും അതെങ്കിൽ അതിൻ്റെ ഉള്ളടക്കത്തിൽ മാറ്റമെല്ലാം തന്നെ ഗവർണർ നിർദ്ദേശിക്കുന്ന പോലുള്ള സാഹചര്യങ്ങളുണ്ടായാൽ വീണ്ടും ഒരു പ്രതിസന്ധിയിലേക്ക് നീങ്ങും എന്ന കാര്യം സംശയമില്ല. പ്രശാന്ത്, സർവകലാശാലകളുമായി ബന്ധപ്പെട്ട VC നിയമനവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള നീക്കങ്ങൾ ഉണ്ടോ? അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിവരങ്ങളുണ്ടോ? അതോ അതിലും ഈ പോര് ഇങ്ങനെ തന്നെ തുടരാനാണോ? ഈ ഗവർണറെ, അതായത് ചാൻസലറെ മാറ്റുന്ന കാര്യത്തിൽ അത് സംബന്ധിച്ച ബില്ലെല്ലാം നിയമസഭ പാസ്സാക്കിയതും അത് പിന്നീട് ഗവർണർ ഒപ്പുവയ്ക്കാത്തത് കൊണ്ട് തന്നെ, ഗവർണർ ആ സ്ഥാനത്ത് നിന്ന് മാറ്റുന്ന ബില്ല് ഒപ്പുവയ്ക്കാത്തത് കൊണ്ട് തന്നെ ഗവർണർ അത് സുപ്രീം കോടതിയിലേക്ക് സർക്കാർ എത്തിച്ചപ്പോൾ രാഷ്ട്രപതിക്ക് അയച്ചതും നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇതിനിടയിൽ തിടുക്കപ്പെട്ട് ഈ സർവകലാശാലകളിൽ സ്ഥിരം ചാൻസലർമാരെ ഒഴിഞ്ഞുകിടക്കുന്ന മിക്ക സർവകലാശാലകളിലും സ്ഥിരം ചാൻസലർമാരല്ല, താൽക്കാലിക ചുമതലക്കാരാണുള്ളത്. സ്ഥിരം ചാൻസലർമാരെ നിയമിക്കാനുള്ള നീക്കം ഗവർണർ നടത്തുന്നു എന്ന ചില സൂചനകൾ ലഭിക്കുന്നു. പക്ഷേ അതിന് അദ്ദേഹം മുതിരുമോ എന്നതാണ്, നിയമോപദേശമല്ലാതെ അതിന് അനുകൂലമായിരിക്കുമോ എന്നത് പ്രധാനമാണ്. കാരണം സുപ്രീം കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന ഒരു വിഷയമാണ്. മാത്രമല്ല ആ വിഷയം, ആ ബില്ല് രാഷ്ട്രപതിക്ക് കൈമാറിയിരിക്കുകയാണ് അദ്ദേഹം. അപ്പോൾ ഇതിനിടയിൽ തിടുക്കപ്പെട്ട് അത്തരമൊരു നീക്കം നടത്താനുള്ള സാധ്യത കുറവാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ പ്രതിസന്ധികൾ നിയമ പോരാട്ടങ്ങളായി നിൽക്കുന്നു. ഒരു വശത്ത് രാഷ്ട്രീയ പോരാട്ടം, ഗവർണർ സർക്കാർ രാഷ്ട്രീയ പോരാട്ടമായി നിൽക്കുന്നു. ആദ്യ പ്രതിസന്ധിയായി ഇനി വരാൻ പോകുന്നത് ഈ പുതിയ ബജറ്റ് സമ്മേളനം, ഈ വർഷത്തെ ആദ്യ സമ്മേളനം, പുതുവത്സര സമ്മേളനത്തിൽ നയപ്രഖ്യാപനം തന്നെയാണ്. ആ നയപ്രഖ്യാപന പ്രസംഗം സർക്കാർ തയ്യാറാക്കി ഗവർണർക്ക്, മന്ത്രിസഭ തയ്യാറാക്കി ഗവർണർക്ക് കൊടുക്കും. ഗവർണർ അത് വായിക്കുന്നതാണ് പതിവ്. അതിൽ ഗവർണർക്ക് നിർദ്ദേശങ്ങൾ വയ്ക്കാം. സാധാരണ അത്തരം ഉടക്കുകൾ വയ്ക്കാറില്ല. പക്ഷേ ആരിഫ് മുഹമ്മദ് ഖാൻ കഴിഞ്ഞ കാലത്തെല്ലാം തന്നെ അത്തരം നിർദ്ദേശങ്ങൾ വയ്ക്കുകയും കഴിഞ്ഞ തവണ KR ജ്യോതിലാലിനെ മാറ്റണം എന്ന ഉപാധിയൊക്കെ വയ്ക്കുകയും പിന്നീട് സർക്കാർ അതിന് വഴങ്ങിയ ശേഷം മാത്രം നയപ്രഖ്യാപനം അംഗീകരിക്കുന്ന ഒരു സാഹചര്യമെല്ലാം ഉണ്ടായത്. അത് ചരിത്രത്തിൽ തന്നെ, കേരള ചരിത്രത്തിൽ ആദ്യമായാണ് ഗവർണർ ഒരു നയപ്രഖ്യാപനത്തിന് അംഗീകാരം നൽകാതിരുന്നത്. അത്തരം സാഹചര്യം കഴിഞ്ഞ വർഷം ഉണ്ടായി. ഇത്തവണയും സമാനമായ സാഹചര്യങ്ങൾ ഉണ്ടാകണമെങ്കിൽ
അത് കലുഷിതമാകും. കാരണം സർക്കാർ ഗവർണർ പോര് നേരിട്ട് അത് തെരുവിൽ നടക്കുന്നു, നിയമപോരാട്ടം നടക്കുന്നു, രാഷ്ട്രപതിയുടെ മുന്നിലേക്ക് വരെ എത്തിയിരിക്കുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇരുകൂട്ടരും വിട്ടുവീഴ്ചയ്ക്കില്ല എന്നതിൻ്റെ സൂചന തന്നെയാണ് ഇന്ന് രാവിലെയും ഗവർണറുടെ പ്രതികരണം വ്യക്തമാക്കുന്നത്. ശരി പ്രശാന്ത്.